സംസ്ഥാനത്ത് സ്കൂളുകളിൽ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. വേനൽ അവധി കഴിഞ്ഞെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് വിദ്യാലയങ്ങളൊക്കെ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കുറച്ചധികം സ്കൂളുകളുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഹാൻസ് ജോൺ പട്ടം ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നിന്ന് ചേരും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് ചേരുന്നത്. അതേപോലെ വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകർ മരിച്ച പാങ് GLP സ്കൂളിൽ നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. വെള്ളാറുമല സ്കൂൾ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. വെള്ളാറുമല സ്കൂളിൽ നിന്ന് ലിൻഡോയുണ്ട്. അതിനൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് മുബാറക്കും അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നത് എല്ലാവരെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുകയും ചെയ്യും. ആദ്യം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന പട്ടം ഗവൺമെന്റ് മോഡൽ സ്കൂളിലേക്ക് പോവുകയാണ്. ഹാൻസെ, അപ്പോൾ ഈ പ്രവേശനോത്സവമൊക്കെ തുടങ്ങാറായി. 10 മണിയോടുകൂടി തന്നെ പരിപാടികൾക്കൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ സ്കൂളിലേക്ക് എത്തി തുടങ്ങിയോ? സേതു, ഗുഡ് മോർണിംഗ്. നമ്മൾ 7 മണിക്ക് ലൈവ് തന്നപ്പോൾ ഉള്ള സ്ഥലമല്ല. ആളായി, തിരക്കായി, ബഹളമായി, വാദ്യാഘോഷങ്ങളൊക്കെയായി ചെണ്ടമേളം തുടങ്ങി. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരെ, വിശിഷ്ടാതിഥികളെ വരവേൽക്കാനായി SPC കേഡറ്റുകളും റെഡ് ക്രോസിലുള്ളവരും ഒക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ വേദി മുഴുവൻ വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ അടക്കമുള്ളവർ ഈ പരിപാടിക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം ഈ പട്ടം സ്കൂളിൽ മാത്രം 90 വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളും അവരുടെ മാതാപിതാക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ 1400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് പട്ടത്തേത്. അപ്പോൾ ആ കുട്ടികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായ ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആയതിനാൽ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അധ്യാപകർ എവിടെ ഇരിക്കണം, എവിടെ മാതാപിതാക്കൾ ഇരിക്കണം, എവിടെ കുട്ടികൾ ഇരിക്കണം എന്നടക്കമുള്ള കൃത്യമായ അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 90 കുട്ടികൾ ഇവിടെ 1ാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബാഗുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും 1ാം ക്ലാസ്സിലെത്തുന്ന പ്രൈമറിയിൽ എത്തുന്ന എല്ലാ കുട്ടികൾക്കും മുമ്പ് ഉണ്ട്. ഈ ബാഗുകൾ മാത്രമല്ല, കൊടകളും വലിയ വലിയ വർണ്ണങ്ങളിലുള്ള പല പല നിറങ്ങളിലുള്ള നിരവധി കൊടകൾ എല്ലാവർക്കും നൽകുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തുന്ന 1ാം ക്ലാസ്സിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും നൽകാനായിട്ട് ബാഗുകളും കുടകളും എല്ലാം ഈ സ്കൂളിൽ, പട്ടത്തെ സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികൾ സ്കൂളുകളിലേക്ക് ആദ്യമായി വരുന്നു. എല്ലാ കുട്ടികൾക്കും പുതിയ ബാഗും പുതിയ കുടയും എല്ലാം സ്കൂൾ അധികൃതർ തന്നെ നൽകുന്നത് എന്നുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ സംസ്ഥാനതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവസാനവട്ട ചില പണികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. 9:30യോടുകൂടി തന്നെ വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തിത്തുടങ്ങും. 10 മണിയോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തും. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. +2 ഹയർ സെക്കൻഡറി തലത്തിലും ഇന്ന് ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട്. ആകെ മൊത്തം 35 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും നിലവിൽ ഈ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്റ്റേജിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ അധ്യാപകർ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് തിരക്കിലാണ്. ടീച്ചർ, എല്ലാം സെറ്റായോ? എല്ലാം സെറ്റാണ്. CM എത്ര മണിയാകുമ്പോൾ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്? 9:30 എത്തുന്നതാണ്. എല്ലാ കുട്ടികളൊക്കെ എത്തി തുടങ്ങി? കുട്ടികളെല്ലാം എത്തി തുടങ്ങി. എല്ലാവരും ആവേശത്തിലാണ്? അതെ, എല്ലാ ആവശ്യത്തിലാണ്. ഈ അധ്യാപികയാണ് നമ്മളോട് സംസാരിച്ചത്. അവസാനവട്ട സാറേ, എല്ലാം കഴിഞ്ഞോ? എല്ലാം റെഡിയാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉടനെ 9:30ക്ക് എത്തിച്ചേരും. 9:45 to 10 o'clock CM എത്തിച്ചേരും. ബാക്കി നമ്മളെല്ലാം റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോഗ്രാമിന് വേണ്ടിയിട്ടും എല്ലാ കുട്ടികളും സെറ്റാണ്. സാറേ, ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്ര കുട്ടികളുണ്ട് നമുക്ക് സ്കൂളിലേക്ക്? നമുക്കിവിടെ 60 above വന്നിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻസ് ഇന്നലെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം 54 to 60 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കുടകളും ബാഗുകളൊക്കെ കൊടുക്കുന്നതാണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് മാത്രം. 1ാം ക്ലാസ്സിൽ വരുന്നത്? 1ാം ക്ലാസ്സും പ്രീ പ്രൈമറിയും.
സേതു, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 9:30-ക്ക് ശേഷം മുഖ്യമന്ത്രി എത്തുമെന്നാണ് ഇവിടെ അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാവരും ഒരുക്കത്തിലാണ്. അവസാനവട്ട ഇന്ന് ക്ലാസ്സിലേക്ക് കയറും. സ്വാഭാവികമായിട്ടും ആദ്യ ദിനമായതിനാൽ ഉച്ചവരേക്കായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പക്ഷെ എന്നാലും ഒരു വേനലവധി കഴിഞ്ഞു വന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു ആലസ്യത്തിലേക്കാണ് വിദ്യാർത്ഥികളുള്ളതെങ്കിൽ പോലും ഈ ആദ്യ ദിനം വളരെ സന്തോഷകരമായി പോകാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ 10 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. സേതു. ഓക്കെ ഹാൻസേ, ശരി. അപ്പൊ പരിപാടിയൊക്കെ കളറാണ്, അവിടെ എല്ലാം ഫുൾ സെറ്റാണ്. ഇനി